ചന്തു സാബ്, സാബിനൊരു കത്തുണ്ട്. എനിക്കായിരിക്കില്ല. എനിക്കങ്ങനെ കത്തെഴുതാൻ ആരുമില്ല. ഇല്ല സാബ്, ഇത് സാബിന് തന്നെയാ. സാബ് ഉണ്ടായിരുന്ന ക്യാമ്പിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് റീഡയറക്ട് ചെയ്തിരിക്കുക. ചന്തു, ഇത് ഞാനാടാ, ജോയി, ചക്കച്ചാമ്പറമ്പിലെ ജോയി. നീ ജീവിച്ചിരിക്കുന്നെന്നും ആൻഡമാനിലെ മിലിറ്ററി ക്യാമ്പിൽ ഒരു പട്ടാളക്കാരനാണെന്നും ഞാൻ ഈയിടെയാണ് അറിഞ്ഞത്. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ കാണുമായിരുന്നു. ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം പോണ്ടിച്ചേരിയിലേക്ക് പോയിട്ടില്ല. അല്ലെങ്കിലും ഞാൻ എന്തിനാണ് അവിടെ പോകുന്നത്? നീയില്ലാത്ത, നമ്മുടെ അരവിന്ദനില്ലാത്ത പോണ്ടിച്ചേരി എനിക്കെന്തിനാണ്? പക്ഷെ ഇപ്പൊ നീ ജീവിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ എനിക്കൊരാഗ്രഹം, ഒരു വട്ടം കൂടെ അവിടെ പോണം, നിന്നെയും കൊണ്ട്. അവിടെ നമ്മുടെ അരവിന്ദന്റെ കുഞ്ഞുണ്ട്. അവനെ കാണുമ്പോ നീയും എന്നോടൊപ്പം ഉണ്ടാവണം. എനിക്കറിയില്ല അരവിന്ദന്റെ ഭാര്യയ്ക്കും വീട്ടുകാർക്കുമൊക്കെ നിന്നോടുള്ള വൈരാഗ്യം തീർന്നോ എന്ന്. അതുപോലെ നിനക്ക് അവരോടുള്ള വൈരാഗ്യവും തീർന്നോ എന്നെനിക്കറിയില്ല. എങ്ങനെയായാലും നീ വരണം. അടുത്ത ക്രിസ്മസ് അവധിക്കാലത്ത് നമ്മൾ വീണ്ടും പോണ്ടിച്ചേരിയിൽ കണ്ടുമുട്ടണം. ഇത് വെറും ഒരു അഭ്യർത്ഥനയല്ല, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ അവസാനത്തെ ആഗ്രഹം. നീ വരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജോയി, ചക്കച്ചാമ്പറമ്പിൽ ജോയി. എന്തോ വലിക്ക് വലിക്ക് ചിന്ന. ചിന്ന നോക്ക്. ജോളി, എന്റെ പൊട്ട പൊട്ടിയോ? നീ ചിന്നിനെ നോക്ക്. വേണ്ടോ, ഞാൻ പോയി നോക്കാം. സുബ്രഹ്മണ്യോ, ഈ പട്ടാള പിടിക്ക്. സാരമില്ല, ജോയി പോയി ഇപ്പൊ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഏറ്റവും പുതിയത് ഉണ്ടാക്കി തരാം. ചന്തു, പട്ടെടുക്കാൻ ചെക്കൻ സമ്മതിക്കണില്ല. ഞാൻ അകത്ത് കയറിയപ്പോ എന്റെ കഴുത്തെ പിടിച്ച് തള്ളി പുറത്താക്കി. അവന്റെ ഒരു പോസ് ഉണ്ടില്ലേ, വക്കീൽ അവനാണെന്നാ അവന്റെ വിചാരം. വീട്ടിൽ നിന്ന് ആരും ഉപദേശിക്കാത്തതിന്റെയാ. ഇന്നാണ് ഞാൻ ഉപദേശിക്കാൻ ചെന്നതാ. അപ്പോ അവനെന്റെ വായിൽ മണ്ണ് വാരിയിട്ടു. ജിമ്മി, എന്തായി ബഹളം? ഞങ്ങൾ പട്ടം എടുക്കാൻ വന്നപ്പോ അതെന്നാ പട്ടി അയച്ചു വിട്ടു. നിനക്ക് എന്താ അരവിന്ദ? ആ കുട്ടികൾ അവരുടെ പട്ടം എടുത്തോണ്ട് അങ്ങോട്ട് പൊക്കോളൂല്ലേ? അമ്മ ഒന്നും പറയണ്ട, ഇത് എന്റെ മുറ്റത്ത് വീണ പട്ട. ഇപ്പോഴെന്റെ ഉടമസ്ഥൻ ഞാനാ. അതെ, അവനൊരു വാശിക്കാരനാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കുറച്ച് കഴിഞ്ഞിട്ട് വാ, ഞാൻ ഡ്രൈവറെ കൊണ്ട് എടുപ്പിച്ചു വെക്കാം. ഡ്രൈവറെ കൊണ്ട് എടുപ്പിക്കുമ്പോഴേക്കും അവനത് നശിപ്പിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് പട്ടം ജീവനോട് കിട്ടണമെങ്കിൽ ഒരൊറ്റ മാർഗയുള്ളൂ, പെണ്ണുങ്ങൾ ഇറക്കാം. പെണ്ണുങ്ങള്? ആ, പെണ്ണുങ്ങള്. പെണ്ണുങ്ങളെന്ന് ചോദിച്ചാ അവൻ എന്തും ചെയ്യും. ഹായ്, നല്ല ഭംഗിയുള്ള പട്ടം അരവിന്ദന് ഉണ്ടാക്കിയതാ. ആ, എന്താ വേണോ? വേണ്ട, അരവിന്ദന്റെ അല്ലേ. അത് സാരല്ല, റോസ്മേരി എടുത്തോ. അയ്യോ വേണ്ട. എടുത്തോമേ, റോസ്മേരിക്ക് ഇത് ഇഷ്ടപ്പെട്ടതല്ലേ. താങ്ക്സ്. വെൽക്കം.